വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. ഓർമ്മിക്കുക, വിശുദ്ധിയിലേക്കുള്ള പാത നിരന്തര പോരാട്ടങ്ങളുടേതായതിനാൽ സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർക്കാനും അവന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്താനും ദൈവവചനത്തിന്റെ കൂട്ടുപിടിക്കണം. ദൈവവചനത്തെക്കുറിച്ചുള്ള ധ്യാനം, ദിവ്യബലിയർപ്പണം, ദിവ്യകാരുണ്യ ആരാധന, കൗദാശിക അനുരഞ്ജനം, ഉപവിപ്രവൃത്തികൾ തുടങ്ങിയവ നമ്മൾ പ്രാവർത്തികമാക്കണം. നാം ശ്രദ്ധയില്ലാത്തവരാണെങ്കിൽ തിന്മയുടെ വ്യാജ വാഗ്ദാനങ്ങൾ വേഗം നമ്മെ വശീകരിക്കും. തിന്മയെ തോൽപ്പിക്കാനുള്ള മാർഗങ്ങൾ: നന്മ വളർത്തിയെടുക്കുക, ആത്മീയതയിൽ പുരോഗതി പ്രാപിക്കുക, സ്നേഹത്തിൽ വളരുക, ആത്മവിശ്വാസത്തോടെ മുന്നേറുക, പരാജയബോധത്തിൽ വീഴാതിരിക്കുക തുടങ്ങിയവയാണ്. ദൈവത്തിന്റെ നിയമത്തിനെതിരെ ഗുരുതരമായ തെറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ല, അതിനാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർ അപകടാവസ്ഥയിൽ പതിയാൻ സാധ്യതയുണ്ട്. തങ്ങളെ തന്നെ കുറ്റപ്പെടുത്തത്തക്ക ഒന്നും കാണാത്ത ഇക്കൂട്ടർ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധ ചെലുത്താതിരിക്കുകയും ക്രമേണ ആത്മീയ അധപതനത്തിലേക്ക് വീഴുകയും ചെയ്യും. അതിനാൽ നാം എല്ലാവരും ആത്മീയതയിൽ വലിയ മുന്നേറ്റം കൈവരിക്കുവാൻ വേണ്ട ഒരുക്കങ്ങൾ ഉണ്ടാകുവാൻ തക്ക കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ തിരുവചനം നീ ഇന്നയക്കണമേ. എന്റെ ഭവനത്തിലേക്ക് നയക്കണമേ, എന്റെ ഹൃദയത്തിലേക്ക് നയക്കണമേ. എന്റെ ബുദ്ധിയിലേക്ക് നയിക്കണമേ, എന്റെ ചിന്തയിലേക്ക് നയിക്കണമേ. ഈശോയെ എന്നീശോയെ തിരുവചനം നീ നയിക്കണമേ.
ശതദീപ ഭവനത്തിൽ അയച്ചതുപോൽ എന്റെ ഭവനത്തിലേക്ക് അയക്കണമേ, സൗഖ്യം പകർന്നു നൽകണമേ. ഈശോയേ എൻ ഈശോയേ തിരുവചനം നീ ഇന്നയക്കണമേ. അലറിയടുക്കും കൊടുങ്കാറ്റും ഇളകി മറിയും തിരമാലകളും ശാന്തമാകും അടങ്ങിയിടും നിൻ തിരുവചനത്തിൻ മുൻപിൽ. ഈശോയേ എൻ ഈശോയേ തിരുവചനം നീ ഇന്നയക്കണമേ. എന്റെ ഭവനത്തിലേക്ക് നയിക്കണമേ, എന്റെ ഹൃദയത്തിലേക്ക് നയിക്കണമേ. എന്റെ ബുദ്ധിയിലേക്ക് നയിക്കണമേ, എന്റെ ചിന്തയിലേക്ക് നയിക്കണമേ. ഈശോയേ എൻ ഈശോയേ തിരുവചനം നീ നയിക്കണമേ. ഈശോയേ എൻ ഈശോയേ തിരുവചനം നീ നയിക്കണമേ.